ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന വായിലിട്ടാൽ വെണ്ണ പോലെ അലിഞ്ഞിറങ്ങുന്ന ഒരു അടിപൊളി പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ്. നമുക്കൊരു 10 മിനിറ്റ് മതി ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ. വലിയ ചിലവൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? തങ്കം ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം. വല്ലാതെ പൊടിഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഞാനിവിടെ 10 കശുവണ്ടിയും 10 ബദാം എടുത്തിട്ടുണ്ട്. ഏത് നട്ട്സ് വേണേലും ചേർക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1 ടീസ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ, 1 ടീസ്പൂണിൽ കൂടുതൽ ചേർക്കല്ലേ. പിന്നെ 1/4 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് ഇല്ലെങ്കിൽ മാത്രം സാധാരണ പാല് ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പ് നോർമൽ മിൽക്ക്. ഇതെല്ലാം കൂടെ കട്ടകളില്ലാതെ മിക്സ് ചെയ്യണം. ഒന്ന് നല്ലപോലെ അതിനകത്ത് പാൽപ്പൊടി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞ് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ കുറുകി പോകരുത്. ഇതിവിടെ ഇരിക്കട്ടെ. മറ്റൊരു പാനിൽ നമുക്ക് 1/2 ലിറ്റർ പാല് തിളപ്പിക്കാം. പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലും മതി. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കും. അതെല്ലാം ഒന്ന് പഞ്ചസാരയിൽ നിന്ന് അലിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് 2 ടേബിൾ സ്പൂൺ പിന്നെ നമ്മുടെ തിന്നായിട്ടുള്ള വെർമസില്ലി ഉണ്ടല്ലോ, അത് ചേർക്കാം. തിന്നായിട്ടുള്ള വെർമസില്ലി ആകുമ്പോൾ വേഗം വെന്ത് കിട്ടും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ അല്പം പാല് കലക്കി ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ അല്പം പാലിൽ കലക്കി അത് ചേർത്താൽ മതി. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ ചേർത്താലും മതി. അപ്പം ഞാൻ പഞ്ചസാര കുറച്ച് ചേർത്തതുകൊണ്ട് ഒരു 4 ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരുവത്തിൽ കുറുകി കിട്ടിയാൽ മതി. വല്ലാണ്ട് തിക്കായി പോകരുത്. ഒരു പായസത്തിന് നമ്മൾ സേമിയൊക്കെ വയ്ക്കുമ്പോഴുള്ളൊരു കുറുക്കുണ്ടല്ലോ, ആ രീതിയിൽ കുറുകി കിട്ടിയാൽ മതി. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് ലെയർ ചെയ്യാം. ഇതിനായിട്ട് ഞാനിവിടെ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് മൊത്തം 12 പീസ് ബ്രെഡിലാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ആ ബ്രെഡ് നല്ല ടൈറ്റായിട്ട് വേണം വെക്കാൻ. ഒരു ലെയർ വെച്ച് കഴിയുമ്പോൾ അവിടെ സൈഡിൽ ഗ്യാപ്പ് വരുവാണെങ്കിൽ അവിടെ ബ്രെഡ് കട്ട് ചെയ്ത് വെക്കണം. ഇനി ആ ബ്രെഡിന്റെ മുകളിലേക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ പാൽ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്രെഡിന്റെ സൈഡിൽ ആ ബ്രൗൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളയാത്തത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം പാലിന്റെ മിക്സ് ഒഴിക്കുന്നു, രണ്ടാമത് സേമിയയുടെ മിക്സ് ഒഴിക്കുന്നു, പിന്നെ നട്ട്സ് വിതറുന്നു. വീണ്ടും അടുത്ത ലെയർ വെക്കുന്നു, ബ്രെഡ് വെക്കുന്നു. അതിൻ്റെ മുകളിൽ പാലിന്റെ മിക്സ് ഒഴിക്കുന്നു, നമ്മുടെ സേമിയ മിക്സ് ഒഴിക്കുന്നു, പിന്നെ നമ്മുടെ നട്ട്സ് വിതറുന്നു. അപ്പോൾ ആദ്യം വെച്ച അതേ പൊസിഷനിൽ രണ്ടാമത്തെ ബ്രെഡ് വെക്കരുത്. അല്പം അങ്ങോട്ട് കയറ്റി ഇറക്കിയൊക്കെ വെക്കണം, അല്ലെങ്കിൽ പീസാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര ബ്രെഡിന്റെ ലെയർ വെച്ചാലും ഒരു പകുതി സേമിയ മിക്സ് മാത്രമേ ഒഴിച്ച് തീർക്കാവുള്ളൂ. ഏറ്റവും ലാസ്റ്റിൽ ടോപ്പിൽ ഇതുപോലെ ഒഴിച്ച് സൈഡൊക്കെ ഫില്ല് ചെയ്തെടുക്കാനുള്ളത്. അടിയിൽ വെച്ചിരിക്കുന്ന ബ്രെഡ് പീസിലൊന്നും നമ്മൾ ഇത്രയും സേമിയ ഒഴിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ചൂടായിട്ട് തന്നെ ടോപ്പിങ്ങിൽ ഇത്രയും ഒഴിക്കുമ്പോൾ അത് താഴേക്ക് ഇറങ്ങിച്ചെന്ന് അടിയിലെ ബ്രെഡ് പീസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ചൂടായിട്ടുള്ള മിക്സ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വെളിയിൽ വെച്ച് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം അതൊന്ന് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുത്തിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പാൽപ്പൊടിക്ക് പകരം ഫുള്ളായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്താലും മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.